വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് രാവിലെ ഞാൻ പൂക്കളെടുത്ത് സെറ്റ് ചെയ്തൊന്നും അല്ല കേട്ടോ. രാവിലെ പൂക്കടയിൽ പോയി പൂ മേടിക്കാൻ പോയ രംഗമാണ് ഈ കാണുന്നത്. അപ്പം ഇത് ജനുവരി 27 ശനിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്ന് നമ്മളുടെ വീട്ടിൽ കുടുംബ സംഗമമാണ്. അച്ചാച്ചൻ്റെ സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഫ്ലവേഴ്സും ഒക്കെ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് പോയതാണ്. നമ്മൾ ലഞ്ചിന് വേണ്ടിയുള്ള എല്ലാ ഫുഡും നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ആർഭാടമായ ആഘോഷങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു പഞ്ചര കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം എന്നുള്ളൊരു ഫ്ലെക്സ് മാത്രമാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. കള്ളപ്പവും, അതായത് ചെറിയ വട്ടത്തിലുള്ള അപ്പമില്ലേ, ആ അപ്പവും ബീഫ് കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അതിനുശേഷം എല്ലാവരും പള്ളിയിലേക്ക് പോകണം. അപ്പോൾ ഞാനും ജിയാക്കുട്ടിയും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയെ കയറിയിരിക്കുകയാണ്. മമ്മി അച്ചാച്ചനെ കാത്തു നിൽക്കുകയാണ്. പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് കസിൻസ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം നമ്മൾ എല്ലാവരുമായിട്ട് ഒരു സ്നേഹം പങ്കുവെക്കുമ്പോഴത്തെ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിലാണ് നമ്മുടെ ഇടവപ്പള്ളി, അതാണ് അവിടെ വിശുദ്ധ കുർബാന ഫാദർ ബിനു അരപ്പാഞ്ചരയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മോനാണ്. അതിനുശേഷം നമ്മുടെ കല്ലറയിൽ വലിയച്ചാച്ചനും വല്യമ്മച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെമിത്തേരിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു. ഫാദർ ജോണി ചെരുപുറം അച്ഛൻ, വികാരിയച്ഛനാണ്, അച്ഛനാണ് നമ്മളുടെ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എല്ലാവരും എല്ലാ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചിലർക്ക് മാത്രം വളരെ അത്യാവശ്യപ്പെട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ടല്ലോ. അപ്പോൾ ജോലിയുടെ തിരക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമാണ്, അതും 1-2 ആൾക്കാർ മാത്രമാണ് വരാത്തത്. ബാക്കി എല്ലാവരും എത്തിയിരുന്നു. ഇതൊരു ഫാമിലിയാണ് കേട്ടോ. അച്ചാച്ചൻ്റെ പെങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇതിനകത്തുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്നൊരു പാട്ട് പാടുവാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുടുംബത്തിലെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടുവാണ്. വളരെ രസമായിരുന്നു പിള്ളേരുടെ പാട്ട് കേൾക്കാൻ കേട്ടോ. അവർ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് കാര്യം നടപ്പിലാക്കുന്ന ഒരു ടീമാണ് ഈ കുഞ്ഞു പിള്ളേരുടെ ടീം. അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ഞങ്ങളൊരു പാട്ട് പാടാൻ പോകും. ആയിക്കോട്ടെ പാടിക്കോളാൻ പറഞ്ഞു. നിമിഷ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു. പാടാൻ റെഡിയായിട്ടാണ് അവർ വന്നത്. പിന്നെ ഈ പരിപാടിക്കുള്ള അടുത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ പരിപാടിയുടെ ഫുഡെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരിടത്ത് ഓർഡർ കൊടുത്ത് ചെയ്തതല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത ഫുഡാണ് കേട്ടോ. ഈ കുക്കിങ്ങിന് നേതൃത്വം വഹിച്ചത് അച്ചാച്ചൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചാച്ചി എന്നാണ് വിളിക്കുന്നത്. ചാച്ചിയും പിന്നെ രണ്ടാമത്തെ പേരപ്പം ഞാഞ്ഞി, പിന്നെ അച്ചാച്ചനും പാപ്പനും പിന്നെ അങ്കിളുമാരും. പിന്നെ വീട്ടിൽ തന്നെ വളർന്നു വന്ന വാഴയിൽ നിന്ന് വെട്ടിയെടുത്ത വാഴയിലേക്കകത്താണ് നമ്മളിത് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും രുചികരമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഒരു പെങ്ങളുടെ ഹസ്ബൻഡാണ് പായസം അടപ്രഥമൻ ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ടുള്ള അടപ്രഥമനാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ശരിക്കും എല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുകയും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ഒരു ഭയങ്കര സന്തോഷമല്ലേ. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മൾ നടത്തുന്നത്. അപ്പം എല്ലാവരും കൂടെ വന്ന് എല്ലാവരും സന്തോഷമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നാ രസമാണെന്നറിയാവോ. ഇതൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളർത്താനും കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കുടുംബയോഗങ്ങൾ എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ശരിക്കും എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് വേറൊരു വലിയ കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.